സോ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എനി വൺ ഓഫ് ദ ബിലോ പ്രിഫറബിൾ ആണ്, നോട്ട് മാൻഡേറ്ററി. ITL സേഫ് ആജൈൽ നെറ്റ്വർക്ക് സർട്ടിഫിക്കേഷൻ, ഡാറ്റാബേസ് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടെസ്റ്റിംഗ് ഒക്കെ പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സ്കെയിൽ 2 ആണ്. സ്കെയിൽ 2ലേക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 1ലേക്കാണെങ്കിൽ 2 വർഷത്തെ പോസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ലിനക്സ്, സോളാറിസ്, സാൻ സ്റ്റോറേജ്, SRE, ഓപ്പൺ ഷിഫ്റ്റ് സ്കെയിൽ 2 ആൻഡ് 3ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസും സെയിം ആണ്. നെക്സ്റ്റ് സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ കംസ് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ സ്കെയിൽ 2 ആൻഡ് 3ലേക്കാണ്. ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻസ് സെയിം ആണ്, ഓർത്തിരിക്കാം. ദെൻ വിളിച്ചിരിക്കുന്നത് RHEL ഓപ്പൺ ഷിഫ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ സ്കെയിൽ 2ലേക്കാണ്. സോ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ്. സർട്ടിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്നതാണ്. എനി വൺ ഓഫ് ദ ബിലോ ഇസ് മാൻഡേറ്ററി ആണ്. സ്കെയിൽ 3ലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. സ്കെയിൽ 2ലേക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറബിൾ ആണെന്ന് ഓർത്തിരിക്കുക. റെഡ് ഹാറ്റ് സർട്ടിഫൈഡ് ബേസിസിലുള്ള സർട്ടിഫിക്കേഷനാണ് വേണ്ടത്. സ്കെയിൽ 3ലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഓർത്തിരിക്കുക. ഇനി സ്റ്റോറേജ് ആൻഡ് സ്വിച്ച് മാനേജർ സ്കെയിൽ 2ലേക്കാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. സ്കെയിൽ 2 ആണ്, പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ ആണ്, നോൺ മാൻഡേറ്ററി ആണ്. സ്കെയിൽ 2 എക്സ്പീരിയൻസ് മിനിമം 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ പഠിച്ചിരിക്കുന്നത് വിൻഡോസ് ആൻഡ് ആക്റ്റീവ് ഡയറക്ടറി ഏരിയയിലാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് BA/BTech ആണ്. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ എനി വൺ ഓഫ് ദ ബിലോ പറഞ്ഞിരിക്കുന്നത് വിൻഡോസ് അഡ്മിനിസ്ട്രേറ്ററിൽ. ഈ പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ മാൻഡേറ്ററി ആണ്, ഇത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും. സോ സ്കെയിൽ 3ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ്, സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്ലൗഡ് മാനേജറാണ്. ക്ലൗഡ് മാനേജറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ വേണം, പ്രിഫേർഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്, നോൺ മാൻഡേറ്ററി ആണ്. സ്കെയിൽ 3ലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ 6 വർഷം, സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ഗവേണൻസ് റിസ്ക് ആൻഡ് കംപ്ലയൻസിലേക്കാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും സെയിം തന്നെയാണ്. ഇനി ഇതിൻ്റെ നമുക്ക് സർട്ടിഫിക്കേഷൻ നോക്കാം. സ്കെയിൽ 4ലേക്കാണെങ്കിൽ മാൻഡേറ്ററി സർട്ടിഫിക്കേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും. ദെൻ സ്കെയിൽ 3ലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻസ് മാൻഡേറ്ററി ആണ്. സ്കെയിൽ 2ഉം 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രിഫേർഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. സ്കെയിൽ 4 ആണെങ്കിൽ മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 3ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6 വർഷത്തെ, സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 4 വർഷത്തെ, ഇനി സ്കെയിൽ 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സെയിം ആണ്. ഇനി നിങ്ങൾ സ്കെയിൽ 3ലാണ് ഇത് വരുന്നത്. സോ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മീറ്റ് ചെയ്യണം. ദെൻ സ്കെയിൽ 2ലേക്കാണെങ്കിൽ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 3 ഏതെങ്കിലും. ദെൻ പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് എക്സ്പീരിയൻസ് നോക്കാം. സ്കെയിൽ 3ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ സപ്പോർട്ട് ആൻഡ് ROC ആൻഡ് ഡിജിറ്റൽ സപ്പോർട്ടിലേക്കാണ്. സോ അതുപോലെ തന്നെ ഡിജിറ്റൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് സ്കെയിൽ 1 ആൻഡ് 2. പിന്നീട് വിളിച്ചിരിക്കുന്ന ROC എഞ്ചിനീയർ സ്കെയിൽ 2. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ എക്സ്പീരിയൻസ് പറയാം. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ സ്കെയിൽ 3ലേക്കാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും. ഇനിയും അതിൻ്റെ സ്കെയിൽ 2ഉം 1ലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നോൺ മാൻഡേറ്ററി ആണ്. ഇനി ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. സ്കെയിൽ 3ലേക്കാണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 2ലേക്കാണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 1ലേക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എൻ്റർപ്രൈസസ് ഇൻ്റഗ്രേഷൻ ആൻഡ് പബ്ലിക് ക്ലൗഡ് ആർക്കിടെക്ചറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ എനി വൺ ഓഫ് ദ ബിലോ സ്കെയിൽ 4 ആണ്. സോ മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ എനി വൺ ഓഫ് ദ ബിലോ സ്കെയിൽ 3ലേക്കും പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ എനി വൺ ഓഫ് ദ ബിലോ സ്കെയിൽ 2ലേക്കും. ഇനി എക്സ്പീരിയൻസ് നോക്കാം. സ്കെയിൽ 4 ആണെങ്കിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ്, സ്കെയിൽ 3 ആണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ്, സ്കെയിൽ 2ലേക്കാണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് വെബ് സെർവർ ആൻഡ് വെബ് ലോജിക് അഡ്മിനിസ്ട്രേറ്ററിലേക്കാണ്. BA/BTech ആണ് ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് സ്കെയിൽ 2 ആണ്. സ്കെയിൽ 2ലേക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 3ലേക്ക് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഡാറ്റ ആർക്കിടെക്ചറാണ്. ഡാറ്റ ആർക്കിടെക്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡാറ്റ എഞ്ചിനീയർ ഡാറ്റ ക്വാളിറ്റിയിലേക്കാണ്. സ്കെയിൽ 3ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ്, സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് 4 വർഷത്തെ എക്സ്പീരിയൻസ്. സർട്ടിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡാറ്റ ഗവേണൻസ് ആൻഡ് ക്വാളിറ്റി ലീഡ് സ്കെയിൽ 3ലേക്കാണ് വന്നിരിക്കുന്നത്. BA/BTech ആണ് സർട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സ്കെയിൽ 3ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ് ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ്, സ്കെയിൽ 3 ആൻഡ് 2ലേക്കാണ് വന്നിരിക്കുന്നത്. സോ ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നിരിക്കുന്നത് ഏതെങ്കിലും സ്കെയിൽ 3ലേക്ക് മിനിമം 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ 2ലേക്കാണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ജെൻ എ സ്കെയിൽ 3 ആൻഡ് 2ലേക്കാണ്. സോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ബി ടെക് ആണ്. അതേപോലെ തന്നെ സ്കെയിൽ 3 ആണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ്, സ്കെയിൽ 2 ആണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ്. IT ഓഫീസേഴ്സ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. IT ഓഫീസേഴ്സ് ബി ടെക് ആണ്. പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ്. സ്കെയിൽ 2ലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ്. സ്കെയിൽ 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് റിസ്ക് മാനേജർ മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 3ലേക്കാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. MBA അല്ലെങ്കിൽ MMS ഇൻ ഫിനാൻസ് ഓർ ബാങ്കിങ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ഓർ ഫിനാൻസ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഈ പറഞ്ഞിട്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതിൻ്റെ പ്രിഫേർഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ റിസ്ക് മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ്, ട്രഷറി ആൻഡ് ALM. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന പൊസിഷൻ റിസ്ക് മാനേജർ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 1ലേക്കാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ MMS അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് അതല്ലെങ്കിൽ ഫിനാൻസിൽ. ഇത് പറഞ്ഞ ഏതെങ്കിലും ഫിനാൻസിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്ത് വിത്ത് അഗ്രിഗേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 60%, 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഫ്രം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ബോഡീസ് പറയുന്നുണ്ട്. അഡീഷണൽ പ്രിഫറബിൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ FRM CFA ഡിപ്ലോമ ഇൻ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. MBA അല്ലെങ്കിൽ MMS പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇക്വലൻ്റ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടാക്സേഷൻ CA മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 2ലേക്കാണ്. ഇവിടെ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പാസ്സായിരിക്കണം. എ പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യൻ ICAI. സോ ഇതിൻ്റെ ഡിസേബിൾ എക്സ്പീരിയൻസ് ആണ്. ഡിസേബിൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് മാൻഡേറ്ററി അല്ല. സോ നിങ്ങൾക്ക് ഇത് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് രണ്ടിലേക്കും ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് സർട്ടിഫിക്കേഷൻസും ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നതും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കും. സോ ഇതിൻ്റെ നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ നോക്കാം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ക്രൈറ്റീരിയ നിങ്ങളിപ്പോൾ സ്കെയിൽ 4ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കെയിൽ 3 ബേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കെയിൽ 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കെയിൽ 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC PWD അതുപോലെ തന്നെ മറ്റുള്ള എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റിന് അതിനുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പ്ലേസിംഗ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് നവി മുംബൈയിലായിരിക്കും. അല്ലെങ്കിൽ എനിവെയർ ഓൺ സൈറ്റ് ഇൻ ബാങ്ക് ലൊക്കേഷൻ ബേസിസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നതെന്ന് ഓർത്തിരിക്കുക. 24/7 ബേസിലായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് വരുന്നത്. വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഓർത്തിരിക്കുക. നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ചീഫ് മാനേജറാണ് സ്കെയിൽ 4 എന്ന് പറയുന്നത്. സീനിയർ മാനേജറാണ് സ്കെയിൽ 3. മാനേജറാണ് സ്കെയിൽ 2. അസിസ്റ്റൻറ്റ് മാനേജറാണ് സ്കെയിൽ 1. സോ അതൊരു ഇനി സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. CBT. ദർ വിൽ ബി നോ നെഗറ്റീവ്. ഒത്തിരിക്ക് ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഫോർ റോങ് ആൻസേഴ്സ് മാർക്ക് ഇൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണെന്നും പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളത്താണ് കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത്. തമിഴ്നാട്ടിലുണ്ട്. ചെന്നൈ, മധുരൈ, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ, വെല്ലൂരിലാണെന്ന് ഓർത്തിരിക്കാം. കാൻഡിഡേറ്റ് ഷാൾ സെലക്ട് വൺ സെൻറ്റർ ഫോർ ഗിവിംഗ് ദ റിട്ടേൺ എക്സാം അറ്റ് ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ എന്നും പറയുന്നുണ്ട്. സോ ഓൺലൈൻ റിട്ടേൺ എക്സാം 100 മാർക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് നോക്കുവാണെങ്കിൽ SC ST PWD വുമൺ കാൻഡിഡേറ്റിന് 175 രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത്. സോ ബാക്കി വരുന്ന എല്ലാ കാൻഡിഡേറ്റിനും 850 രൂപയാണ് എക്സാമിനേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീ പ്ലസ് ഇൻറ്റിമേഷൻ ചാർജ് കൂടെ കൂട്ടിയാണ് 850 രൂപ എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്കിപ്പം കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 28/2/2026 ക്ലോസ് ചെയ്യുന്നത് 28/3/2026. ഇനി നിങ്ങൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം? ഓൺലൈൻ ത്രൂ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുകയാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പോകാവുന്നതാണ്. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, അതായത് താഴെ ഡിക്ലറേഷൻ ഉണ്ട്, അതുപോലെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ വെച്ച് കോപ്പി ചെയ്യുക. അത് എന്നിട്ട്
സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാൻഡിഡേറ്റ് വിൽ ഓൾസോ റിക്വയർഡ് ടു ക്യാപ്ചർ ആൻഡ് അപ്ലോഡ് ദ ലൈവ് ഫോട്ടോഗ്രാഫ് ത്രൂ വെബ് ക്യാം ഓർ മൊബൈൽ ഫോൺ യൂസിങ് ഡ്യൂറിങ് ദ രജിസ്ട്രേഷൻ പ്രോസസ് എന്നും പറയുന്നുണ്ട്. അത്രയ്ക്ക് ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് വേണ്ടവർക്ക് ഇതിൻ്റെ താഴെ ഏതൊക്കെ ബേസിസിലാണ് സർട്ടിഫിക്കേഷൻ ഇവിടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. 28/2/2026 സ്റ്റാർട്ട് ചെയ്ത എക്സാം, ഓൺലൈൻ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 23/3/2026 ക്ലോസ് ചെയ്തതാണ്. അതിന് മുമ്പ് അപ്ലൈ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. എക്സാം ഏപ്രിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ഏപ്രിൽ തന്നെ കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ടായിരിക്കും നടക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ